പോട്ടെ കുട്ടി, സാരമില്ല. പിന്നെ ഒരിക്കൽ അയാൾ വന്നിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നു, ആ മനുഷ്യനെ കൊല്ലുമായിരുന്നു. എനിക്കെന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ ദേവകീർത്തി? ഗൗരിക്കുട്ടി, ഗൗരി, എവിടെ സാറേ ഗൗരിക്കുട്ടി? ഇപ്പൊ വരും. ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാൻ നന്നായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ കറിയച്ചേട്ടൻ എന്നോട് എന്റെ കാര്യം വിടന്റെ മോളെ, എനിക്ക് സംസാരിച്ചിരിക്കാൻ നീ പോലും വേണമെന്നില്ല. ദേ ആ പയ്യന്റെ മുഖത്തേക്ക് നോക്കിയേ. ഗൗരിക്കുട്ടി എന്ന് കേട്ടത് കൊണ്ട് മാത്രം ചാടി പുറപ്പെട്ട കക്ഷിയാ. ലൈഫിൽ ആദ്യമാ. കാശ് വെച്ചാ കളി, കടവില്ല. അമ്മയെ വിളിക്കും. നീയില്ലല്ലോ. എനിക്കറിയില്ലല്ലോ. വെറുതെ നല്ല കുട്ടികളെ കൂടെ കൂടെ കൂട്ടി. കടം പറയരുത്. ഇല്ലെന്നേ ഈ കറിയച്ചേട്ടൻ. അല്ല, മേനോൻ കളിക്കോ? അസലായി കളിക്കും. നമ്മുടെ കാശ് പോയോ? വേണ്ട, അവന് കളിക്കാനും അറിയില്ല, കയ്യിൽ കാശും ഇല്ല. ഏയ്, മൂപ്പർ തൊടില്ല. ആരാ ഉള്ളത്? ഇവിടെ എന്താ ചെയ്യുന്ന ഗൗരിക്കുട്ടി? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ പെരുമാറുക? ഞാൻ ഗൗരിക്കുട്ടിയെ കാണാൻ വേണ്ടിട്ട് മാത്രമാണ് വന്നത്. എല്ലാരും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആകും പറയുക അല്ലേ? കൈമാറ്റുന്നില്ല. കൈയെടുക്കൂ. എടുക്കാം, പക്ഷെ ഒരു കാര്യം, ഒരു 2 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് അനങ്ങുള്ളൂ എന്ന് ഗ്യാരണ്ടി തരണം. അത്രയ്ക്ക് വില കൂട്ടണം. പതിവ്രതമായി കാണും.
ബിലാലേ കഥ തുറക്കടാ. എന്താ ഇവിടെ? ആരാ വിളിച്ചത്? ഓ അങ്ങനെ. ആരായിരുന്നു വിളിച്ചത്? നീയോ ഇവളോ? ആരും വിളിച്ചില്ലല്ലോ. ആരും വിളിച്ചില്ലേ? ഓ അത് എന്റെ കാലാ കമ്പി തെറ്റെന്ന് വീണു. അപ്പൊ വിളിച്ചു പോയതാ. ഒന്നും പറ്റിയില്ലല്ലോ. ഏയ് വന്നിട്ടിപ്പോ 4-5 ദിവസമേ ആയിട്ടുള്ളൂ. പെരുമാറ്റം ശരിയായില്ലെന്ന് വെച്ച് ഒന്നും തോന്നരുത് കേട്ടോ. എന്താ കുട്ടി ഇത്? കുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണോ ഇവിടെ പറപ്പിച്ചിരിക്കുന്നത്? ചോദിക്കുന്ന ഉത്തരം പറയൂ. ഇവിടെ ഈ തൊഴിൽ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാതെയാണോ? കരയണ്ട, എന്നോട് പറയാം, ധൈര്യമായിട്ട് പറയാം. എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യുകയും ചെയ്യാം. പറയുന്നത് നേരായിരിക്കണമെന്ന് മാത്രം. ദേ നോക്കൂ, കുട്ടി മാളുമ്മയുടെ ആരാണ്? ചോദിച്ചത് കേട്ടില്ലേ? കുട്ടിക്ക് സ്ത്രീയുമായിട്ട് ബന്ധം വല്ലതും ഉണ്ട്? ഇല്ല. ഇവിടെ കുട്ടി താമസിപ്പിച്ചിരിക്കുക. എത്രയായി ഇവിടെ വന്നിട്ട്? 5 ദിവസം. 5 ദിവസമേ ഉള്ളൂ. അതിനു മുമ്പ് വീട്ടില്. ഏത് വീട്ടില്? എന്റെ വീട്ടില്. എവിടെയാ വീട്? ഗൗരിക്കുട്ടിക്ക് ഇതെല്ലാം എന്നോട് പറയാൻ പേടിയുണ്ട് അല്ലേ? ആരെയാ പേടി? മാളുമ്മയാ? ഞാനിതൊക്കെ എന്തിനാ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളുള്ള അടുപ്പം തന്നെയല്ലേ എനിക്ക് അവരുമായിട്ടുള്ളൂ. ഞാനിതൊന്നും അവരുമായിട്ട് സംസാരിക്കാനേ പോകുന്നില്ല. ഞാൻ ധരിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെയാ ഗൗരിക്കുട്ടി എന്നാണ്. അതുകൊണ്ട് ചിലപ്പം എന്റെ പെരുമാറ്റവും ശരിയല്ല വന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നെ വിശ്വസിക്കാം. കുട്ടിയെ ഇവിടെ വരെ ബലമായി താമസിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണോ? അതെ. കുട്ടിക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്നുണ്ടോ? എങ്കിലും ഒന്നും വിളിക്കാതെ എല്ലാം എന്നോട് പറയൂ. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി ശ്രമിക്കാം. പറയൂ, എവിടെയാ കുട്ടിയുടെ വീട്? പുഴയ്ക്കക്കരെ. പുഴയ്ക്കക്കരെ? അമ്പലത്തിനടുത്ത്. വീട്ടിലിപ്പോ ആരുണ്ട്? മുത്തശ്ശി. മുത്തശ്ശി മാത്രം? നിങ്ങൾ എന്നെ എന്റെ വീട്ടിലെത്തിക്കൂ. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയാം. അത് നേര് മാത്രം പറഞ്ഞാൽ. ഞാൻ നുണ പറയില്ല. പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല, ഞാൻ നുണ പറയില്ല. വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ നേരാണോ? അതെ. അതെന്താ അങ്ങനെ? അമ്മയും അച്ഛനും? അമ്മ ചെറുപ്പത്തിലേ പോയി. അച്ഛൻ നേരെ കല്യാണം കഴിച്ചു? ഇല്ല, ഞാൻ അച്ഛന്റെ ഒപ്പമായിരുന്നു. 3 മാസമുള്ള എന്റെ അച്ഛൻ മരിച്ചിട്ട്. എങ്ങനെയായിരുന്നു അച്ഛൻ മരിച്ചത്? കമ്പിന്ന് വീണിട്ട്. കമ്പിന്ന് വീണിട്ടോ? ലൈൻ കമ്പി ഇല്ലേ, ലൈൻ കമ്പി, ഇലക്ട്രിസിറ്റിന്റെ ലൈൻമാൻ ആയിരുന്നു എന്റെ അച്ഛൻ. ഒരു ദിവസം പോസ്റ്റിൽ നിന്ന് വീണു. കുറേ ദിവസം ആശുപത്രി കിടന്നു. ഒരിക്കൽ പോലും ബോധം തെളിഞ്ഞില്ല. അവിടെ തന്നെ കിടന്ന് മരിക്കുകയായിരുന്നു എന്റെ അച്ഛൻ. അവിടെ വെച്ചാണ് ഞാൻ ഈ സ്ത്രീ ആദ്യം കാണുന്നത്. ഇന്ന് എത്രയായി? ഇന്നേക്ക് 7 ആകുന്നു. ഇതേ കിടപ്പ് തന്നെയാ, ഓർമ്മ വീണിട്ടില്ല. ഇത് മാധവൻകുട്ടിയുടെ അമ്മയാ. മോളാ, ആകെ ഒന്നേ ഉള്ളൂ. വാ മോളെ. വിഷമമുണ്ട് മോളെ, വല്ലാതെ വിഷമമുണ്ട്. കേശവന്റെ അളിയന് ഇങ്ങനൊരു അപകടം ഉണ്ടായെന്ന് കേട്ടപ്പോ വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ വരണ്ടായിരുന്നു എന്ന് തോന്നുക. എന്റെ മോക്ക് ദൈവം ഒരു ആപത്തും വരുത്തിയില്ല. ഇതാ വേണ്ട. വാങ്ങിച്ചോളൂ കൂട്ടി. ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരാള് സുഖമില്ലാണ്ട് കിടക്കില്ലേ, നിന്റെ അമ്മ തരുന്നു വിചാരിച്ച് അങ്ങോട്ട് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ കുട്ടി, ഞങ്ങളൊക്കെ ഒന്നിച്ചു വളർന്നവരാ. എങ്കിൽ ഞങ്ങൾ ചെല്ലട്ടെ മെന്നെ. വൈകിയ പിന്നെ കടത്തു കിട്ടാൻ ബുദ്ധിമുട്ടാവും. പോയിട്ട് വരാം മോളെ. സ്നേഹമുള്ള സ്ത്രീയാ, കേട്ടിട്ടില്ലേ നീ? ചാലക്കുടി വീട്ടിലെയാ മാളു അമ്മ.
എന്റെ അച്ഛൻ മരിച്ചപ്പോൾ അവർ വീണ്ടും വന്നു. അന്നും കുറച്ച് കാശ് എന്റെ കയ്യിൽ തന്നിട്ട് പോയി. പിന്നെയും ഒരു വന്നു, പിന്നെയും 2-3 വട്ടം. അമ്മയ്ക്ക് ഇഷ്ടക്കേടൊന്നുമില്ലെങ്കിൽ അവൾ അവിടെ നിന്നോട്ടെ. ഏതായാലും ഇനിയിപ്പോ പഠിപ്പിക്കാൻ ഉദ്ദേശമില്ല. കേശവൻ എന്താ പറയുന്ന വെച്ചാൽ, ഞാൻ പറയുകയാണെങ്കിൽ അവൾ ഇവിടെ ഇങ്ങനെ തനിച്ച് നിൽക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ഒരു മേൽനോട്ടത്തിന് വേണ്ട ശേഷിയോ ആരോഗ്യമോ നിങ്ങൾക്കും ഇല്ല. എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താമെന്ന് വെച്ചാൽ അവിടത്തെ പ്രാരാബ്ദം അറിയാലോ. അതൊന്നും ശരിയാവില്ല. നിങ്ങളുടെ കുട്ടികളെ തന്നെ നേരാമാർഗം ആരുടെങ്കിലും ഒപ്പം പറഞ്ഞു വിടാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവൾക്ക് അവിടെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അടുക്കളയിൽ എന്തെങ്കിലും ഒരു കൈ സഹായിച്ചു കൊടുക്കുക, പിന്നെ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടുക. എന്തെങ്കിലും ഒരു ശമ്പളം ഞാൻ തീരുമാനിച്ചു കൊടുക്കാം. അത് കേശവൻ മാസത്തിലൊരിക്കൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോരുകയോ, അല്ലെന്ന് വെച്ചാ അവളുടെ തന്നെ പേർക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പട്ടിണി കൂടാണ്ട് കിടന്നാ മതി എന്റെ മോള്. ശമ്പളമൊന്നുമല്ല, മനസ്സാ വലുത്. ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ ആളുണ്ടാവുക, അതാ വേണ്ടത്. ഈ മുറി നീ എടുത്തുള്ളൂ കേട്ടോ. എന്താ ഇഷ്ടായോ? ഇത്ര വലിയൊരു മുറി ഇവിടെ എല്ലാം വലുപ്പമുള്ള മുറികളേ ഉള്ളൂ.